ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. സ്നേഹിതരെ, സഹോദരനിലേക്കുള്ള ദൂരവും ദൈവത്തിങ്കിലേക്കുള്ള ദൂരവും ഒന്നാണ് എന്ന് നമ്മളെ കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കുന്ന കൂദാശയുടെ പേരാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. യേശു കുർബാനയിൽ തന്നെ തന്നെ മറന്നപ്പോൾ അവരനെ ഓർത്തു. തന്നെ മറക്കുകയും അവരനെ ഓർക്കുകയും ചെയ്യാനുള്ള സൂത്രവാക്യത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. കോഴിക്കോട്ട് നഗരത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ആ പേര് നമ്മളാരും ഒരിക്കലും മറക്കുകയില്ല, നൗഷാദ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. കോഴിക്കോട്ട് നഗരത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന അഴുക്കുകാൽ ശൃംഖലയിലെ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ വിഷബാധ ശ്വസിച്ച് മരണത്തെ മുഖാമുഖമായി കാണുന്ന 2 അയൽ സംസ്ഥാന തൊഴിലാളികളുടെ മരണവേദന കണ്ടപ്പോൾ തൻ്റെ ജീവനെ മറന്ന് ആ മാൻഹോളിലേക്ക് ഇറങ്ങി തൻ്റെ ജീവിതത്തെ അവിടെ ഹോമിച്ചതായ നൗഷാദിനെ ഓർത്ത് നമുക്ക് അഭിമാനമുണ്ട്. ഒപ്പം ഈ നാട് ഇന്നും ദുഃഖിക്കുകയാണ്. ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വായിച്ചില്ലേ, കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ വെള്ളം വറ്റിക്കാൻ ഒരു കിണറ്റിൽ നിന്ന് അതിൻ്റെ പമ്പ് ഓൺ ചെയ്തപ്പോൾ ഉണ്ടായ വിഷവാതകം നിമിത്തം മുസ്താറും ജഹാംഗീറും എന്ന് പറയുന്ന 2 ബംഗാളി തൊഴിലാളികൾ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൻ്റണി വർഗീസ് ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും തന്നെ മറന്ന് താൻ ഒരിക്കലും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത, തൻ്റെ രക്തത്തിൽ നിന്ന് മാംസവും രക്തവും അല്ലാത്ത മറ്റേതോ ഒരു സംസ്ഥാനത്തിൽ നിന്ന് കൂലിവേലക്കാരായ 2 പേരുടെ ജീവനെ നിലനിർത്താനായിട്ട് തൻ്റെ ജീവനെ മറന്ന ഈ വർഗീസ് ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗമേ, കേരളം നന്നാകാൻ നിങ്ങൾ സുവിശേഷത്തെ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ. അത് വിശുദ്ധ കുർബാനയുടെ പ്രമാണമാണ്. ആ പ്രമാണം തന്നെ കുറച്ചോർക്കുകയും അവരനെ അധികം ഓർക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദോഷശക്തികൾക്കും, അത് മതത്തിൻ്റെ ക്രമത്തിലാകാം, അത് രാഷ്ട്രീയത്തിലാകാം, അത് ഐഡിയോളജിയിലാകാം, എല്ലാ അപചയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം എല്ലാവരും അവനവനെക്കുറിച്ച് ഓർക്കുന്നു. ഇന്ന് ഈ പന്തലിൻ കീഴിലിരിക്കുന്ന ദൈവജനം നമുക്ക് കുർബാനയാകാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് വലിയ ദൈവശാസ്ത്ര ദർശനമൊന്നും ആവശ്യമില്ല. നമ്മളെ മറക്കാൻ ശ്രമിക്കുക, അവനവനെ മറക്കുവാൻ ശ്രമിക്കുകയും മറ്റവനെ ഓർക്കാനായിട്ട് നമ്മളെ ആവശ്യപ്പെടുകയും ആഹ്വാനം ചെയ്യുന്ന അമൃതത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അത് കാണാനോ കേൾക്കാനോ ഉള്ളതല്ല, അതിൻ്റെ ഭക്തിവിലാസങ്ങളെക്കുറിച്ച് പറയാനുള്ളതല്ല, കുർബാനയുടെ ചൊലുത്ത് നല്ലതായിരുന്നു എന്ന് പറയുന്നതല്ല, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാനക്കുപ്പായത്തെക്കുറിച്ചുമല്ല. നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം, ആദ്യ കുർബാന അനുഷ്ഠിച്ചപ്പോൾ യേശു തമ്പുരാൻ തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി ഏറ്റവും മിനിമം അത് ശുശ്രൂഷയ്ക്കുള്ള വസ്ത്രം മാത്രമേ ധരിച്ചുള്ളൂ. ഇന്ന് ഫാരഫർണേലിയാസ് കൂടുകയാണ്. ഇന്ന് നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭംഗിയും ശബ്ദത്തിൻ്റെ മാധുര്യമൊക്കെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവനവനെ കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവജനമേ, വിശുദ്ധ കുർബാനയുടെ അംഗമേ, മറന്നുപോകാതെ
മറന്നു പോകാതെ ഓർക്കേണ്ടുന്ന ഒരോർമ്മയാണ് അത്. ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ഞാൻ ആരംഭമായി പറഞ്ഞു, ഈ ഊർജ സ്രോതസ് വറ്റിപ്പോകാത്ത നിത്യസൂര്യനായിരിക്കുന്ന ഈ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാകും എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാകുകയും തീരും. ഈ സഭയുടെ ആപ്തവാക്യം അതാണ്, പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും നമ്മൾ പ്രകാശിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ സൂര്യൻ, ഈ സോളാർ സിസ്റ്റത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതായ സൂര്യൻ, അതിൻ്റെ സ്രോതസ്സിന്, അതിൻ്റെ ഊർജത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിന്നു പോകും. നമുക്കെല്ലാവർക്കും അറിയാം, എനർജി നിൽ, അതിനങ്ങനെ ഒരു സമയം വരും. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ സൂര്യനെ, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനൊക്കുകയില്ല, നിങ്ങളുടെ കണ്ണ് അന്ധമാകും. ആ സൂര്യൻ്റെ അടുത്തോട്ട് നിങ്ങൾ അടുത്ത് ചെല്ലുന്തോറും നിങ്ങൾ കരിഞ്ഞ ഭസ്മമാകും. എന്നാൽ ഈ നിത്യപ്രകാശമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിലും ആ വിശുദ്ധ കുർബാനയുടെ അതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന നിത്യദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ കരിച്ചു കളയുന്നതല്ല, അത് നമ്മളെ പൊലിമയോടുകൂടി നിർത്തുന്നതാണ്. ആ കണ്ണുകളിലേക്ക് അതിലേക്ക് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയ എല്ലാവരും പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് നമ്മൾ നോക്കുന്നതെല്ലാം പ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലേക്കാണ്. ശബ്ദവും വെളിച്ചവും തേടി നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അവിടെ അന്ധകാരമുള്ള ഒരു ലോകമുണ്ട്. അവിടെ പ്രകാശം സൃഷ്ടിക്കണമെങ്കിൽ ഈ നിത്യപ്രകാശമായിരിക്കുന്ന ദൈവത്തോട് നമ്മൾ അടുത്ത് നിന്നേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതുവരെ പറയാനായിട്ട് ശ്രമിച്ചത്, ഈ നമ്മൾ പറഞ്ഞതായ നിഷാദും ഈ വർഗീസും സമാനമായി ജീവിക്കുന്നതായ എത്രയോ ആളുകളുമെല്ലാം അവരുടെ ജീവിതം കൊണ്ട് അവർ കുർബാന അർപ്പിക്കുന്നു, അവർ കുർബാനയായിത്തീരുന്നു. യഥാർത്ഥ കുർബാന അർപ്പണം ജീവിതത്തിൻ്റെ അർപ്പണമാണെന്ന് അവർ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ സ്നേഹിതരെ, നമ്മുടെ മുമ്പിൽ ഒരു കാര്യം തെളിഞ്ഞു വരികയാണ്. നമുക്കെല്ലാവർക്കും രണ്ട് പാതകൾ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. അത് ഒന്നാമത്തെ പാത ദ വേ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ വഴിയാണ്. യേശുക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. രണ്ടാമത്തെ വഴി ജൂഡസിൻ്റെ വഴിയാണ്. ജൂഡസും ആദ്യ കുർബാനയിൽ സന്നിഹിതനായിരുന്നു. കൃത്യമായി വേദപുസ്തകം പറയുന്നില്ലെങ്കിലും നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും, ദ ഫസ്റ്റ് മാൻ ഹു റിസീവ്ഡ് കമ്മ്യൂണിയൻ കമ്മിറ്റഡ് സൂയിസൈഡ്. എല്ലാവർക്കും രക്ഷയായ വിശുദ്ധ കുർബാന, രക്ഷയ്ക്ക് വേണ്ടി തന്നെ മുറിച്ച ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച അവൻ ആദ്യം അപ്പക്കണ്ണം മുക്കിക്കൊടുത്ത ജൂഡസ് എന്തുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു? ഒരുപാട് കാര്യങ്ങൾ കാണാം. മനസ്സിലാകുന്ന ഒറ്റക്കാര്യം ഇതല്ലേ, ജൂഡസ് അവനു വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ജൂഡസ് തൻ്റെ താല്പര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഞാൻ എന്നെ മറക്കുകയാണ്, ഇത് നീ ജീവിക്കാൻ, നീ നിലനിൽക്കാൻ നിന്നെ ഓർക്കുകയാണ്. നോക്കിക്കേ, ജൂഡസിൻ്റെ വഴി ഈ അന്ത്യ അത്താഴത്തിൽ നിന്ന്, ഈ അപ്പർ റൂമിൽ നിന്ന് ഈസ് മൂവിങ് ടു ദ അട്ടർ ഡാർക്ക്നെസ് ആൻഡ് ദെൻ ടു ഡെത്ത്. യൂദാസിൻ്റെ വഴി, യൂദസ് തിരഞ്ഞെടുത്തതായ വഴി, വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ താല്പര്യങ്ങൾക്ക്, സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ച, വിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ അന്ധകാരത്തിലേക്കും തുടർന്ന് മരണത്തിലേക്ക് നീങ്ങുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വഴി നോക്കുക, അതും ഇതേ സ്ഥലങ്ങൾ തന്നെയാണ്. അവൻ അന്ത്യത്താഴത്തിലിരിക്കുന്നു, അപ്പർ റൂമിൽ. അന്ത്യത്താഴത്തിൽ നിന്ന് ഗത്സമനയിലേക്ക് നീങ്ങുന്നു. അവിടെയാണ് തൻ്റെ രക്തം വേർപ്പുതുള്ളികളായി വീഴുന്നത്. അവിടെ നിന്ന് കാൽവറിയിലേക്ക് നീങ്ങുന്നു. ആൻഡ് ഫ്രം കാൽവറി we see this Jesus in the casualties of the world, and then resurrection, and then eternity. നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വഴി അന്ത്യത്താഴത്തിൽ നിന്ന് ഗത്സമനയിൽ പിതാവിനോട് ആഴമായും അമിതമായും ചേർന്ന് നിന്ന് ക്രൂശിലെ തൻ്റെ ബലി സ്വീകരിച്ച് ഉദ്ധാനത്തിലൂടെ നിത്യമായ ഉണർവിലേക്ക് നീങ്ങിയെങ്കിൽ, ജൂഡസ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉദ്ധാനമില്ലാത്ത മരണത്തിലേക്ക് നീങ്ങി. സ്നേഹിതരെ, ഈ വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഉദ്ധാനമില്ലാത്ത മരണമാണ് നിത്യമായ മരണം. മരണമെന്ന് നമ്മൾ പറയുന്ന ഈ ബയോളജിക്കൽ ഡെത്ത് ഒരു ക്രൈസ്തവനെയും ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ പരിമിതിയുള്ള ഈ ലോകത്തിൽ നിന്ന് പരിമിതിയില്ലാത്ത ദൈവത്തിങ്കിലേക്ക് നമുക്ക് ശാശ്വതമായി പ്രവേശിക്കുവാൻ
സർവശക്തനായ ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ സൃഷ്ടിച്ച ഒരു പരിമിതിയാണ് ഈ മരണമെങ്കിൽ അത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയത്തിൻ്റെ വിഷയമല്ല, മറിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ ജൂഡസിന് സംഭവിച്ചത് ഉദ്ധാനമില്ലാത്ത മരണമാണ്, നിത്യാന്ധകാരം എന്ന് പറയുന്നത്. തോമസ് അക്വിനാസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ് നിത്യമായ അന്ധകാരം എന്ന് പറയുന്നത്. ഡാർക്ക്നെസ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ഗോഡ്. ദൈവമില്ലാത്ത ഇടങ്ങളെല്ലാം അന്ധകാരമാണ്. ഏറ്റവും വലിയ ഈ ധോരണിയിൽ നമ്മൾ ഇരുന്നാലും, പ്രകാശം കൊണ്ട് നിറഞ്ഞ ഫ്ലഡഡ് വിത്ത് ലൈറ്റ് അതിൻ്റെ നടുവിലിരുന്നാലും ദൈവത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരിക്കലും പ്രകാശമില്ല. അവൻ നിത്യമായ മരണത്തിലാണ് ജീവിക്കുന്നത് എന്നോർക്കുക. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ചാൽ മാത്രമേ യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാൻ കഴിയുന്നവനാണ് യേശു ഉയർത്തതുപോലെ ഉയർക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ സുന്ദരമായ പാട്ടുകളിലൊന്നാണ് സമയമാം രഥത്തിൽ എന്നുള്ളത്. അതിനകത്തെ ഒരു സ്റ്റാൻസ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നവൻ രാവിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രമേ ഉണരുകയുള്ളൂ. അതിനൊരു പുതിയ തത്വവും ശാസ്ത്രവും നമ്മൾ കണ്ടുപിടിക്കേണ്ട. അതുകൊണ്ട് ആര് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നുവോ അതാണ് ഉറപ്പ് അവൻ എവിടെ ഉണരും എന്നുള്ളത്. ആ ഉണരുമ്പോൾ അവൻ ഈ ഭൂമിയിലല്ല നിത്യതയിലാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഉറങ്ങുന്നത്. എന്നാൽ അകൃത്യത്തിൽ ജീവിക്കുന്നവൻ അകൃത്യത്തിൽ മരിക്കും. അവൻ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് നീങ്ങപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്തുപാത തിരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മളോട് ഓരോ വിശുദ്ധ കുർബാനയും ആവശ്യപ്പെടുന്നത്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. 3 വാക്യങ്ങൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതിൻ്റെ അംഗങ്ങളായ നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇറ്റ് ഈസ് കണക്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ക്ലെൻസിങ് ആൻഡ് ഇറ്റ് ഈസ് ചലഞ്ചിങ്. ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ സ്നേഹിതരെ ശ്രദ്ധിക്കുക, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധപ്പെടുകയാണ്. വി ആർ കണക്റ്റിംഗ് കറക്റ്റ്ലി ടു ക്രൈസ്റ്റ്. ഓരോ ക്രൈസ്തവനും കൃത്യമായി തിട്ടപ്പെടുത്തിയിരിക്കേണ്ടുന്ന കാര്യം, വേർ ഡു യു പ്ലഗ്ഡ് ഇൻ? എവിടെയാണ് നിങ്ങളെ പ്ലഗ് ചെയ്തിരിക്കുന്നത്? ഏത് സോഴ്സുമായി നമ്മൾ ബന്ധിച്ചിരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചായിരിക്കും ഏത് തരത്തിലുള്ള എനർജിയാണ് നമ്മളിലൂടെ ഒഴുകുന്നത് എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ എനർജി വരേണ്ടത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയുടെ എനർജി അല്ലെങ്കിൽ ഊർജമെന്ന് പറയുന്നത് എപ്പോഴും രക്ഷിക്കുന്ന എനർജിയാണ്, എപ്പോഴും കരുതുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന എനർജിയാണ്. എല്ലായ്പ്പോഴും ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ സ്വയം മറക്കുകയും അവരെന്നെ ഓർക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സ്വയം മുറിക്കാനും സമർപ്പിക്കുന്നവരുടെ സംഘമാണ് സഭ. അവർ സ്വയം മുറിഞ്ഞ് മറ്റുള്ളവനെ പോഷിപ്പിക്കുന്നു. നിക്കോളാസ് ബർദേവിനെ ഞാൻ കോട്ട് ചെയ്തല്ലോ. അദ്ദേഹം നമ്മളോട് മറ്റൊരു വാക്ക് പറയുന്നുണ്ട്: എൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം അതൊരു ഭൗതിക കാര്യമാണെങ്കിൽ നിൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ആത്മീയ കാര്യമാണ്. നിൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാകുന്നതിനാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഇതല്ല കാണുന്നത്. എല്ലാവർക്കും അവനവൻ്റെ വിശപ്പ്, ആ വിശപ്പ് പൂർത്തീകരിക്കാനായിട്ടുള്ള തത്രപ്പാട്, അത് പൂർത്തീകരിക്കപ്പെട്ടാൽ ഇനി ഒരിക്കലും ആ സ്രോതസ് വറ്റിപ്പോകരുതെന്നുള്ള മട്ടിൽ അത് കൂട്ടിവെക്കുവാനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നതായ കാര്യമാണ്. സ്വാർത്ഥതയുടെ അണുബാധയില്ലാത്ത കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ നിസ്വാർത്ഥരാകുക എന്ന് മാത്രമല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, സ്വാർത്ഥതയുടെ അണുബാധയില്ലാത്ത സർവശക്തനായ ദൈവപുത്രൻ്റെ തിരുശരീര രക്തങ്ങൾ അംശികളാകുമ്പോൾ ഒരൊറ്റ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മൾ നിസ്വാർത്ഥരാകുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുത്ത ആ ദിവ്യ ശരീരം വിശുദ്ധ കുർബാന സമൂഹത്തിലെ ഓരോ അംഗത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ശരീരമാക്കി മാറ്റുകയാണ്.
ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ യേശു ക്രിസ്തു തൻ്റെ ശരീരം മുഴുവനുമായി ഈ സമൂഹത്തിന് കൊടുത്തു. ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതായ ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രമാണം ഈ ഒരു ദർശനമാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ലഭിച്ചതെല്ലാം വിളമ്പിക്കൊടുക്കാനായിട്ടുള്ള വിളമ്പലുകാർ മാത്രമാണ് നമ്മൾ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം താൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ തന്നെ നൽകി, വിളമ്പി നൽകി, ഏറ്റവും ഒടുവിലായി തൻ്റെ ശരീരവും രക്തവും നൽകി എല്ലാം തീർത്തതിന് ശേഷം അവൻ മടങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി അവസാനത്തെ തുള്ളി രക്തവും തൻ്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീണ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തീകരിച്ചു, ഇനി ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയാണ്. എല്ലാം തീർത്ത് അവസാനത്തെ തുള്ളി രക്തം വരെയും കൊടുത്തു തീർത്ത് ജീവിതത്തെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വിളിക്കുന്ന വിളിയും ആ വിളമ്പലുകാരുമാണ് നമ്മൾ എന്ന് ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അന്വേഷണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ കണക്ട് ചെയ്യുന്നത് ക്രൈസ്റ്റിനോട് മാത്രമല്ല. ഇൻ യൂക്കറിസ്റ്റ് വി ആർ നോട്ട് ഓൺലി കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ്, വി ആർ കണക്റ്റിംഗ് ടു അവർ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ, ഒരു ഇടവകയിൽ എല്ലാവരുടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുന്നതായ ഈ സമൂഹം പരസ്പരം ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദി അതർ, ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ കമ്മ്യൂണിറ്റി. അതൊരു സമൂഹം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ. ഹോളി കമ്മ്യൂണിയൻ ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിറ്റി. ആ ഹോളി കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ സമൂഹത്തിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല, അവരെല്ലാവരും തങ്ങൾക്കുള്ളത് പൊതുവക എന്ന് എണ്ണി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹോളി കമ്മ്യൂണിറ്റി ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിസം. 3 വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ തെളിമയാർന്ന് നിൽക്കുകയാണ്. വിശുദ്ധ കുർബാന സമൂഹത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ മീനിങ്ഫുൾ കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ് ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിറ്റി. തിരിച്ചതൊരു ഹോളി കമ്മ്യൂണിയൻ ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിസം. എന്താണ് നമ്മൾ വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4 അതിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ ഉള്ളവർ അതെല്ലാം വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളുള്ളതാണ്. ആ വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ ആർക്കും. അത് വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ സംസർഗത്തിൽ ഒരു സമൂഹത്തിൻ്റെ അംഗമായി തീരുമ്പോൾ ആ സമൂഹത്തിൽ മുട്ടുള്ളവരുണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവിതർക്കിതമായ ഒരു മിനിമം പ്രമാണമല്ലേ? ഒരു ഇടവകയിൽ സമൃദ്ധിയുള്ള ആളുകൾ ഉണ്ടായിരിക്കുകയും അതേ ഇടവകയിൽ തന്നെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് പഠിക്കാനൊക്കാതെ അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കാൻ ഇടയാകാതെ ആരെങ്കിലും ആളുകൾ മുരടിച്ചു പോകുന്നുവെങ്കിൽ അവൻ്റെ മുരടിപ്പിനേക്കാൾ എത്രയോ മുരടിച്ചതായ സ്ഥിതിയാണ് ഈ ഉണ്ട് എന്ന് പറയുന്നവർ. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചല്ല വേദപുസ്തകത്തിൽ പറയുന്നത്. മറിച്ച് എല്ലാവരും പരസ്പരം കരുതുകയും ഒരുവൻ്റെ ആവശ്യം മറ്റുള്ളവൻ്റെ ആവശ്യമായിട്ട് തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാകണം. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കൃത്യമായി കണക്ട് ചെയ്യപ്പെടുകയാണ് ക്രിസ്തുവിനോട്. ആ ക്രിസ്തുവിൽ നിന്ന് വരുന്നതായ ഊർജം എന്ന് പറയുന്നത് ഒരു ഹോളി കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനാണ്. ആ ഹോളി കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും പരസ്പരം കരുതുന്ന ഒരു സമൂഹമാണ്. ആരും മുട്ടുള്ളവർ ഇല്ലാത്ത ഒരു സമൂഹമാണ്. ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കുന്നതായ ഒരു സമൂഹമാണ്. അവിടെ അവഗണനയില്ല, പരിഗണന മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും മറ്റുള്ളവനെ മുറിക്കുന്നതല്ല, സ്വയം മുറിച്ച് പരസ്പരം നൽകി സജീവമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. രണ്ടാമത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണമാണ്. ഓരോ വിശുദ്ധ കുർബാന നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ഒരിക്കലും തെറ്റാതെ എപ്പോഴും ആവർത്തിച്ച് നമ്മൾ തുടങ്ങുന്ന പാട്ടുകളിലൊന്നാണ് ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ, നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ ദുർചിന്ത ദുർമോഹം ശമനം ചെയ്യുവാൻ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ശോഭിതരാകുന്നതിന് വേണ്ടി
പ്രകാശിതരാകുന്നതിന് വേണ്ടി നമ്മൾ റൂട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന, നമ്മൾ ഉന്മൂലനാശം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ദുർമോഹവും ദുർചിന്തയും. എവരി ഇല്ലുമിനേഷൻ ഈസ് ബൈ എലിമിനേഷൻ. ഒരു സഭയിലെങ്കിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം തീക്കട്ട എന്നാണ്. നമുക്കറിയാം, തീക്കട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നാൽ അവിടെയെല്ലാം അത് കരിയും. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും അത് ഈ ജ്വലിക്കുന്നതായ തീക്കട്ടയായി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വാർത്ഥതയുടെ കീടങ്ങളും എല്ലാ അതിൻ്റെ സീഡ്സും എരിഞ്ഞു പോവുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക പ്രകാശത്താൽ നമ്മൾ പ്രകാശിതരാകുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് ദർശനം കാണുകയാണ്. അത് യാഗപീഠത്തിൽ നിന്നൊരു കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ടു, അത് ശുദ്ധമായി എന്ന് പറയുകയാണ്. അങ്ങനെ ശുദ്ധമായ നാവുള്ളവരായിരിക്കണം ഈ ആരാധനയുടെ സമൂഹം എന്നുകൂടെയാണല്ലോ. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തിയതായ വാക്കുകളാണ് അവർ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ലാംഗ്വേജ് ഹോളി ലാംഗ്വേജാണ്. ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാളിൻ്റെയും നാവിൽ നിന്ന് അശുദ്ധമായ, മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്നതായ, മുറിപ്പെടുത്തുന്നതായ വാക്കുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതേ വായിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഹോളി ഓഫ് ദ ഹോളീസ് എന്നാണല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ ആ നമ്മുടെ വായിൽ അശുദ്ധമാക്കുന്നതായ മദ്യം ഉപയോഗിക്കുന്നതായ ക്രൈസ്തവനുണ്ടെങ്കിൽ അവൻ കർത്താവിന് അപമാനം വരുത്തുന്നുവെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച അതിലൂടെ വിശുദ്ധമാക്കപ്പെട്ട ഈ ശരീരത്തെ മലീമസമാക്കുകയാണ്. പൗലോസ് പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിനോട് ചേർന്നാൽ അവൻ പുതിയതാകണം. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഈ പന്തലിന് കീഴിലിരിക്കുന്ന ദൈവജനമേ, നിങ്ങളിൽ ചില ആളുകളെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ അശുദ്ധമായ വാക്കുകൾ പറയുന്നവരായിരിക്കണം. ഓരോ ഒറ്റ ക്രൈസ്തവൻ്റെ നാവിൽ നിന്നും അരുതാത്ത വാക്കുകൾ ഇനി മുതൽ ഉണ്ടാകരുത്. ഓരൊറ്റ ക്രൈസ്തവനും വേറെ ഒരുത്തനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. എന്തെന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച വായിലൂടെ വരേണ്ടുന്ന എനർജി യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. യേശുക്രിസ്തു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ആരെയും ശാസിച്ചില്ല എന്നല്ലല്ലോ. യേശുക്രിസ്തു തർജ്ജനം ചെയ്തിട്ടുണ്ട്, അതിശക്തമായി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു അവൻ്റെ മൃദുലമായ ഹൃദ്യമായ റെഡീമിങ് വേർഡ്സ് ആണ്. ഈ ഒരു സ്ഥിതി നമുക്കുണ്ടാകണം. മറിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരൊറ്റ ക്രൈസ്തവൻ്റെ വായിൽ നിന്നും ആ വായിൽ ഇനി മദ്യം പ്രവേശിക്കാൻ പാടില്ല. മദ്യവർജനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന മീറ്റിംഗ് അല്ലല്ലോ ഇത്. മദ്യനിരോധനത്തെക്കുറിച്ചും പ്രസംഗിക്കേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് മാർത്തോമാക്കാരന് മദ്യം നിഷിദ്ധമാണ്. അത് അവന് പണമുള്ള വിഷയത്തെക്കുറിച്ചോ പണമില്ലാത്ത വിഷയത്തെക്കുറിച്ചോ ഞങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അല്ല വിഷയം. ഇതിൻ്റെ ധാർമ്മിക പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ശരീരം ദൈവത്തിന് വസിക്കുവാനുള്ള ആയതുകൊണ്ടും ഈ ശരീരം ഈ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമായതുകൊണ്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തസാര സത്തയിൽപ്പെടുന്നതാണ് വി ഓൾ ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ. നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവരാണ്. പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഈ പന്തലിന് കീഴിരിക്കുന്ന എല്ലാ ദൈവജനവുമേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾ പറയണം, ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതായതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സം നിൽക്കുന്ന ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുക ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കും എന്ന് നമ്മൾ നിശ്ചയിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ച നിങ്ങൾ കഴിഞ്ഞ 4 മാസമായി സത്യവിരുദ്ധമായി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സത്യവിരുദ്ധമായി സംസാരിക്കുന്നതിനുള്ള ശക്തിയാണോ വിശുദ്ധ കുർബാന നൽകുന്നത്? അല്ലല്ലോ. തന്നെ കാണിച്ചു കൊടുത്തവൻ്റെ നാവിന് പോലും ശക്തി കിട്ടത്തക്കവണ്ണം തന്നെ മുറിച്ച് നൽകിയതായ ഈ മുറിഞ്ഞ മുറിവ് നിത്യമായി നമ്മുടെ കൂടെ നിലനിർത്തി നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ ശോഭിതമായ രീതിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളിൽ നിന്ന് ദുർമോഹവും ദുർചിന്തയും മാറി ഓരോ ക്രൈസ്തവൻ്റെയും ഭാഷ ദേവഭാഷയാക്കി മാറ്റണം. ഓരോ ദേവാലയമാകുന്നത് അത് ദേവൻ്റെ ഭാഷ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്.
അതുകൊണ്ട് ഈ മാരാമൺ കൺവെൻഷനിൽ ഈ ഞായറാഴ്ച മെത്രാപ്പോലീത്ത തിരുമേനി ആരാധന നടത്തുമ്പോൾ ഇത് ദേവാലയമായി മാറുന്നത് ഇവിടെ ദേവഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പള്ളിയിൽ പോലും ദേവൻ്റേതല്ലാത്ത ഭാഷ ഉപയോഗിച്ചാൽ ദേവാലയത്തെ ചന്തയാക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ചന്തയെപ്പോലും ദേവാലയമാക്കാം അവിടെ ദൈവികമായ സംസാരവും സംസർഗവും നിലനിൽക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി, നമ്മുടെ ബുദ്ധിയുടെ വിശുദ്ധി വളരെ പ്രധാനമാണ്. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും നമ്മുടെ ഈ ശരീരത്തെ ഈ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. Therefore it is connecting and it is cleansing. വിശുദ്ധ കുർബാന നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അവസാനമായി ഈ വിശുദ്ധ കുർബാന നമ്മളെ വലിയ വെല്ലുവിളിയിലേക്ക് നയിക്കുകയാണ്. എന്താണ് വിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായിട്ടുള്ള വെല്ലുവിളി? യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ കുർബാനയായിട്ട് ജീവിച്ച് ലോകത്തിനെ യാഥാർത്ഥ്യമാക്കുക. ഓരോ മാർത്തോമാക്കാരനെ കാണുമ്പോഴും അവൻ ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നു എന്ന് തോന്നുവാനായിട്ട് സാധിക്കണം. വി റിസീവ് ദ ബോഡി ടു ബിക്കം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഈ വലിയ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ പറയുന്നു, ദിസ് ഈസ് മൈ ബോഡി. ആൻഡ് വാട്ട് ബോഡി ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾ ഒരു സെക്കൻഡ് യേശുവിൻ്റെ കൈകളെ ഒന്ന് ഓർത്ത് നോക്കുക. അവൻ്റെ കരങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിച്ച കരങ്ങളാണ്. ഏത് സമയത്തും ആവശ്യമുള്ളവന് വേണ്ടി അപ്പം നുറുക്കി നൽകിയ കരങ്ങളാണ്. അവൻ്റെ കരങ്ങൾ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരങ്ങളാണ്. അവൻ്റെ കൈ കുഷ്ഠരോഗികളെ തൊട്ട് അശുദ്ധിയുള്ളവരെ ശുദ്ധരാക്കിയതായിട്ടുള്ള കരങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ ജനമേ, നിങ്ങളുടെ കൈകൾ കുറച്ചുകൂടി മുറിച്ചു നൽകുവാൻ സാധിക്കുകയില്ലേ? നമ്മുടെ കരങ്ങൾ അശുദ്ധരായ ആളുകളെ തൊട്ട് സ്വയം മലിനമാകാതെ ശുദ്ധമാകാൻ കഴിയുകയില്ലേ? നിങ്ങളുടെ കരങ്ങൾ മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കാനായിട്ട് നീട്ടപ്പെടുന്ന കരങ്ങളാകാൻ സാധിക്കുകയില്ലേ? അവസാനമായി യേശു ക്രിസ്തുവിൻ്റെ കൈ മുറിഞ്ഞ്, അവൻ്റെ പിയേഴ്സ്ഡ് ഹാൻഡാണ്, മുറിഞ്ഞ കൈയാണ്. നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇങ്ങനെയുള്ള മുറിവുകളുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിലുള്ള മുറിവുകളാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി കാണാൻ സാധിക്കും. യേശുവിൻ്റെ കണ്ണുകൾ നോക്കിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെ കാണുന്ന ആളുകൾ ഈ യേശു ക്രിസ്തുവിനെ കാണുന്നത്. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടും